നമുക്ക് എപ്പോഴെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴോ ഇത് മുൻപും എനിക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലം മുൻപും കണ്ടിട്ടുണ്ടല്ലോ എന്ന് ശക്തമായി തോന്നുന്ന പ്രതിഭാസത്തെയാണ് ദേജാവ്യൂ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഫ്രഞ്ച് വാക്കാണ്. ഇതിൻ്റെ അർത്ഥം ഇതിനകം കണ്ടു കഴിഞ്ഞു എന്നാണ്. ദേജാവ്യൂ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രലോകം പറയുന്നത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1. തലച്ചോറിലെ സിഗ്നലിലുണ്ടാകുന്ന താമസം. നമ്മുടെ കണ്ണുകളും മറ്റ് ഇന്ദ്രിയങ്ങളും നൽകുന്ന വിവരങ്ങൾ തലച്ചോറിലെത്തി പ്രോസസ്സ് ചെയ്യപ്പെടാൻ സെക്കൻഡിൻ്റെ ചെറിയൊരു അംശം സമയമെടുക്കും. എന്നാൽ ചിലപ്പോൾ ഒരു കണ്ണ് മറ്റേ കണ്ണിനേക്കാൾ വേഗത്തിൽ വിവരങ്ങൾ തലച്ചോറിലെത്തിക്കാം. ഈ ചെറിയ സമയവ്യത്യാസം കാരണം തലച്ചോറിന് ആ അനുഭവം പുതിയതാണെങ്കിലും ഇത് ഞാൻ തൊട്ടു മുമ്പ് അനുഭവിച്ചതാണല്ലോ എന്നൊരു തെറ്റായ തോന്നൽ ഉണ്ടാക്കുന്നു. 2. മെമ്മറി മാച്ച്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു സ്ഥലത്തിനോ സാഹചര്യത്തിനോ പണ്ട് നമ്മൾ മറന്നുപോയ ഏതെങ്കിലും പഴയ അനുഭവവുമായി സാമ്യമുണ്ടാകും. ഉദാഹരണത്തിന് ഒരു സിനിമയിലെ രംഗമോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ വായിച്ചതോ ആവാം. തലച്ചോറിന് ആ പഴയ ഓർമ്മയെ പൂർണ്ണമായി പുറത്തെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തെ മുൻപ് നടന്ന ഒന്നായി തെറ്റായി വ്യാഖ്യാനിക്കുന്നു. 3. നമ്മുടെ ശ്രദ്ധക്കുറവ്. നമ്മൾ ഒരു കാര്യം പൂർണ്ണ ശ്രദ്ധയില്ലാതെ ചെയ്യുകയോ കാണുകയോ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഫോൺ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ, തലച്ചോറ് ആ വിവരങ്ങൾ ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തും. തൊട്ടടുത്ത നിമിഷം നമ്മൾ അതിലേക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കുമ്പോൾ അത് മുൻപ് എപ്പോഴോ അനുഭവിച്ചതുപോലെ തോന്നും. ഒരു രസകരമായ കാര്യം എന്തെന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദേജാവ്യൂ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് 15-നും 25-നും ഇടയിൽ പ്രായമുള്ളവരിലും കൂടുതൽ യാത്ര ചെയ്യുന്നവരിലും സ്വപ്നങ്ങൾ നന്നായി ഓർത്തുവെക്കുന്നവരിലുമാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ഇതൊരു അത്ഭുത പ്രതിഭാസമോ സിക്സ്ത് സെൻസോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന ചെറിയൊരു ഗ്ലിച്ച് മാത്രമാണ്. ഇത്തരം കണ്ടന്റുകൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദേജാവ്യൂ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നന്ദി.